അഡ്വക്കേറ്റ് ജ്യേഷ്ഠ സഹോദരൻ ബാലൻ സാർ കുടുംബ കാരണവൻ ശ്രീ സുബ്രഹ്മണ്യൻ അവർ അച്യുതാനന്ദ പത്മശങ്കഗദാദി ശോഭിത പണിപത്മരമാപദേയ ഭക്തവത്സലമൂർത്തിദായക ചിൽസ്വരൂപ പുരാണപൂരുഷ കൃഷ്ണദാമോദര അച്യുതാനന്ദ പക്ഷിവാഹന പാഹി മാം ജയ.
രക്ഷമാമുത്തിഷ്ടഗണപദേ ഊർജസ്വലാകൃതേ ഉത്തമതാവസ സേവിത രക്ഷമാം സ്വച്ഛതരാം നയ ശേഖരമന്ദിര സ്വച്ഛതരാം നയ ശേഖരമന്ദിര പാലിതരി ഭൂമീര ഭക്തപുരന്ദര സ്വച്ഛതരാം നയ ശേഖരമന്ദിര പാലിതരി ഭൂമീര ഭക്തപുരന്ദര പാലിതരി ഭൂമീര ഭക്തപുരന്ദര ഉത്തിഷ്ടഗണപദേ ഊർജസ്വലാകൃതേ ഉത്തമതാപസ സേവിത രക്ഷമാ നീലസരോരുക ധാടിനി ഫല വേണു നീലസരോരുക ധാടിനി ഫല വേണു കലമകുഞ്ച ഫല സൂത്രകരാമൂജ നീലസരോരുക ധാടിനി ഫല വേണു കലമകുഞ്ച ഫല സൂത്രകരാമൂജ സുന്ദരവാരിജ മേ ജഗദീവിദേ സുന്ദരവാരിജ മേ ജഗദീവിദേ സുന്ദരവാരിജ മേ ജഗദീവിദേ വാരണവരനുത വാജിതദായക സുന്ദരവാരിജ മേ ജഗദീവിദേ വാരണവരനുത വാജിതദായക ചിത്തഗണപദേ ഊർജസ്വലാകൃതേ ഉത്തമതാപസ സേവിത രക്ഷമാം ശേഖരമന്ദിര പാലിതരി ഭൂമീര ഭക്തപുരന്ദര ശ്രീധരബാലക പാഹിമാം ശരണം ശരണം ശ്രീധരാം ശ്രീധരബാലക പാഹിമാം മരണം വരെയും തിരുനാമം മനമതിലരുക കൗതുകം മരണം വരെയും തിരുനാമം മനമതിലരുക കൗതുകം ദുരിതാനിൽ വീഴുഴലും തനുവിൽ അഭയം നാരായണ രൂപം കരുതുന്നവരിൽ ചൊരിയും ഭവസാഗരമാ
പ്രിയമുള്ളവരെ, ഓർമ്മകളിൽ ജീവിയുടെ 2ാം എപ്പിസോഡാണ് കളർകോട് LP സ്കൂളിൽ ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആദ്യത്തെ ചരമവാർഷിക ദിനത്തിൽ ഈ ഹാള് നിറയെ ആളുകൾ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ എത്തുകയാണ്. 2ാം ചരമവാർഷിക ദിനത്തിലും വ്യത്യസ്തമായ സമയങ്ങളിലായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, അഭ്യുദയകാംക്ഷികൾ, വിദ്യാർത്ഥികൾ, കുടുംബാംഗങ്ങൾ, അദ്ദേഹം ജീവനോപാധി കാട്ടിക്കൊടുത്ത വീൽചെയർ അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ, വ്യത്യസ്തമായ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര കൊണ്ട് ജീവിതത്തിൽ നിറം പഠിപ്പിച്ച ഒരുപാട് മനുഷ്യർ ഈ വേദിയിലേക്ക് കടന്നു വരികയും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ചടങ്ങുകളിലേക്ക് എത്തിയ മുഴുവൻ അംഗങ്ങളെയും, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും സഹപ്രവർത്തകർക്ക് വേണ്ടിയും ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുക. ഈ വേദി വ്യത്യസ്തമായ സമയങ്ങളിൽ വിശിഷ്ടാതിഥികൾ കടന്നു വന്നു പോകും. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥി 1995 കാലയളവിൽ ആലപ്പുഴ നഗരസഭയുടെ ചെയർമാനായിരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ സാറ് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കൊടുത്ത സമയത്ത് ഇന്ത്യയിൽ പുതിയ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും മുനിസിപ്പാലിറ്റികളും പുതിയ ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നപ്പോൾ അതിന് വ്യക്തമായ കാഴ്ചപ്പാടും രൂപരേഖയും നൽകാൻ പഴയകാല കാപ്പ പഞ്ചായത്തുകളിൽ നിന്ന് മാറി ജനകീയ പങ്കാളിത്തമുള്ള തീരുമാനങ്ങളും ജനകീയ ഭരണസമിതികളും ഉണ്ടാകുന്നതിന് വേണ്ടി ആലപ്പുഴ നഗരസഭയ്ക്ക് അന്നത്തെ പദ്ധതി പ്രവർത്തനങ്ങളിൽ ദിശാബോധം നൽകിയത് നമ്മൾ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ കോർഡിനേറ്റർ കൂടിയായിരുന്ന ജി ബാലചന്ദ്രൻ സാറാണ്. അന്ന് ആ പ്രവർത്തനങ്ങൾക്ക് നഗരസഭാ തലത്തിൽ നേതൃത്വം കൊടുത്തിരുന്നത് പ്രിയപ്പെട്ട അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ, ഏറ്റവും പ്രിയങ്കനായ ശ്രീ എ ഷുക്കൂർ അവറുകളാണ്. ഇവർ തമ്മിൽ ഉണ്ടായിരുന്നൊരു കോംബോയാണ് ആലപ്പുഴ നഗരത്തിൽ ഈ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ വേര് പിടിപ്പിക്കലിന് കാരണമായി. വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ നിന്നിരുന്ന കാലത്ത് പോലും ഏറ്റവും ഊഷ്മളമായ ബന്ധം പരസ്പരം കാത്തു സൂക്ഷിക്കുകയും പരസ്പരം കൊണ്ടും കൊടുത്തും ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗം എന്ന നിലയിൽ നമ്മുടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ എ ഷുക്കൂർ XMLA അവരുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ബാലചന്ദ്ര സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിടുന്നതിന് വേണ്ടി വിനയപൂർവ്വം ക്ഷണിച്ചു. ഇത്രയും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജി മനോജ് കുമാർ, അഡ്വക്കേറ്റ് ജി മനോജ് കുമാർ, ഇത്രയും സ്നേഹസമ്പന്നരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ബാലേന്ദ്ര സാറിൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ബാലേന്ദ്ര സാറിനെ ഓർമ്മിക്കുമ്പോൾ ഞാൻ എൻ്റെ ST കോളേജിലെ കലാലയ ജീവിതമാണ് ഏറ്റവും ഓർമ്മിക്കാൻ കഴിയുന്നത്. 1974 പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി 1980 ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കടന്നുപോയ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. അന്ന് ബാലേന്ദ്ര സാറിൻ്റെ പ്രിയപ്പെട്ട പിതാവ് കുറുപ്പ് സാറിനെ ഞാൻ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. കുറുപ്പ് സാറിൻ്റെ ആ ഒരു പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ശൈലി തന്നെ പ്രത്യേകതയുള്ളതാണ്.
ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടില്ലെങ്കിലും ഇതെല്ലാം ഞങ്ങൾക്കെല്ലാം നേരിട്ടറിയാവും. പക്ഷെ മകൻ ബാലേന്ദ്ര സാറ് ആ സമയം ഞങ്ങളുടെ സീനിയർ വിദ്യാർത്ഥിയായി ST കോളേജിലുണ്ട്. അന്ന് മുതലുള്ള ആ ബന്ധം ശ്രീ മനോജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 995 24 മണിക്കൂറും ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വലിയ മനുഷ്യനെയാണ് ഞാൻ ബാലേന്ദ്ര സാറിനെ കണ്ടത്. അർദ്ധരാത്രിയിലും വിളിക്കും, നാളത്തെ പ്രോഗ്രാം ഇങ്ങനെയല്ലേ, അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ പോകട്ടെ. അദ്ദേഹം ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ മറ്റൊരു ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തനം. തത്വശാസ്ത്രപരമായി 2 ധ്രുവങ്ങളിൽ, പക്ഷേ സ്നേഹബന്ധങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. അദ്ദേഹം ഈ കളങ്കോട് വാർഡിൽ മത്സരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനും ശ്രീ CS രാജീവിനെ വിജയിപ്പിക്കാനും വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അകന്നു പോയിട്ടില്ല, ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടില്ല. അതൊരു അനിതര സഹകരണമായ ഒന്നായി ഞാൻ കാണുന്നു. അങ്ങനെ അടുത്തിടപഴകി വരുന്ന ഒരു കാലഘട്ടം. അതെല്ലാം കഴിയുമ്പോഴാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 1994 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ നിയമനിർമ്മാണം ഗവൺമെൻറ്റുകൾ അംഗീകരിച്ചു. അതിൻ്റെ ഭാഗമായി 1995 പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനം നിലവിൽ വരികയാണ്. അതിന് തൊട്ടു മുമ്പ് പീപ്പിൾസ് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്ന ഘട്ടമാണ് നമ്മുടെ രാജ്യത്ത്. ഞാൻ 88 മുതൽ 95 വരെ നഗരസഭ അംഗമായിരുന്നു. അന്ന് നഗരസഭ അംഗമായിരുന്ന ആ ഘട്ടത്തിൽ 95 വരെ എന്നോടൊപ്പം CS രാജീവുമുണ്ട്. ഞങ്ങളങ്ങനെ ആ നഗരസഭാ പ്രവർത്തനങ്ങൾ പലപ്പോഴും പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ പീപ്പിൾസ് പ്ലാൻ ആരംഭിക്കുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 1996 ഗവൺമെൻറ് വരുന്നതിന് മുമ്പ്, അത് ഇടതുപക്ഷ ഗവൺമെൻറ്, മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, രാജ്യം ഭരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് കാലഘട്ടം, 88 ശേഷം. അപ്പോൾ ആ സമയം മുതൽ പീപ്പിൾസ് പ്ലാൻ സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനുള്ള ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞു വന്ന് ബാലേന്ദ്ര സാറിൻ്റെ ജനകീയ ആസൂത്രണം, ആലപ്പുഴ നഗരസഭയുടെ പൂർണ്ണമായ അത് നടപ്പിലാക്കുന്നതിൻ്റെ സർക്കാർ നയമനുസരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ശ്രീ ബാലേന്ദ്ര സാറിന് ഗവൺമെൻറ് ഏൽപ്പിക്കുകയാണ്. ഞാനെന്ന് വിശ്വസിച്ചാൽ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ എന്താ പറയുക, സമർപ്പണ മനോഭാവത്തോടെ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത കാര്യങ്ങൾ ഇന്നും ആലപ്പുഴ നഗരസഭയ്ക്ക് ഞാൻ അതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ഡേറ്റാസ് ചരിത്രത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ, അത് പ്രസിദ്ധീകരിക്കാൻ, അതൊരു വലിയ ചരിത്ര പുസ്തകമാക്കി വെച്ച് ആ ഡേറ്റാസ് വെച്ച് കാര്യങ്ങൾ ഇനിയും ഭാവിയിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരുപാട് കളക്ഷൻസ് ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തത് ബാലേന്ദ്ര സാറാണ്. അപ്പോൾ നമ്മുടെ നഗരസഭയിൽ ചെന്ന് ഇന്ന് ഭരണാധികാരികളായിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും കാര്യങ്ങളുടെ പഴയകാല ചിത്രം അറിയണമെന്നുണ്ടെങ്കിൽ ബാലേന്ദ്ര സാറ് അച്ചടിച്ച്, അത് മനോജിന് നന്നായിട്ടറിയാം. ആ പുസ്തകം ഒരുപാട് റെഫർ ചെയ്തിട്ടുള്ള ആളാണ് ഈ മനോജ് കുമാർ. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഇരുന്നപ്പോൾ അത് തന്നെ എടുത്തു വെച്ചത്. ആലപ്പുഴയുടെ തീരദേശത്തിൻ്റെ പ്രാധാന്യം എന്ത്, അല്ലെങ്കിൽ കായലോരത്തിൻ്റെ പ്രാധാന്യം എന്ത്, അല്ലെങ്കിൽ നെൽകൃഷിയുടെ പ്രാധാന്യം എന്ത്, എന്നെ കൊണ്ട് ഒരു നഗരസഭ കിലയിൽ നടന്നൊരു ക്യാമ്പിൽ കൃത്യമായി ആലപ്പുഴയുടെ പാടശേഖരങ്ങളുടെ അവസ്ഥ അവതരിപ്പിക്കാൻ എനിക്ക് കൃത്യമായ വിവരങ്ങൾ നൽകിയത് ബാലേന്ദ്ര സാറാണ്. ആലപ്പുഴ ഒരു എന്താ പറയുക, കുട്ടനാടിന്റെ നെല്ലറ എന്ന് പറയുന്ന പോലെ ഈ നഗരത്തിലും അത്രമാത്രം വിസ്തൃതിയുള്ള പാടശേഖരങ്ങളുണ്ട്. അതിലൊന്നും ഇപ്പോഴും എന്താ പറയുക, തരിശു കിടക്കുകയാണ്. ഇടക്കാലത്ത് തന്നെ വീണ്ടും പരാജയം.
നമ്മുടെ കർമ്മം പാടും. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഒരു ആരാധനാലയത്തിന്റെ പ്രസക്തി ഏത് കാലഘട്ടത്തിൽ ആരാധനാലയങ്ങളും ഉണ്ടായി, അത് ആര് കൊണ്ടുവന്നു, എങ്ങനെ വന്നു, ഇതൊരു വലിയ ചരിത്ര പഠനത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള എല്ലാ ഡേറ്റാസും അതിലിരിക്കുകയാണ്. ഈ നഗരം എങ്ങനെയാണ്, ഈ നഗരം ഇങ്ങനെ ഒരു വാണിജ്യ നഗരമായിരുന്ന നഗരം, അതിന്റെ ഇമ്പോർട്ടൻസ് എവിടെയായിരുന്നു, ഒരു തുറമുഖം ഉണ്ടായിരുന്നതുകൊണ്ടാണ്, അത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായി, എങ്ങനെയായി, അത് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വന്നു. ആ പഠനം, അതിന് ഒരുപാട് വായന വേണം, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അത് കൃത്യമായി അന്നത്തെ 36 വാർഡുകൾ, ഇന്നത്തെ 53 വാർഡുകൾ, ഈ നഗരത്തിലെ മുഴുവൻ കാര്യങ്ങൾ പ്രതിപാദനം ചെയ്യുന്നത് ആ ജനകീയ ആസൂത്രണത്തിന്റെ എന്താ പുസ്തകം പല ഡേറ്റാസുകളുള്ളത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് വലിയ അനുഗ്രഹമാണ് ആലപ്പുഴ നഗരസഭ. ഇനി പതിറ്റാണ്ടുകൾ പിന്നിട്ടാലും അത് നമുക്ക് ആവശ്യമാണ്. കാരണം അന്നത്തെ ആ പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിയുമ്പോഴുള്ള ആ കാലഘട്ടത്തിന് യോജിച്ചത് എന്ത് എന്ന് ഈ പുസ്തകം നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായതും അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായിരുന്നു കാലഘട്ടം. മാത്രമല്ല ഇവിടെ പറഞ്ഞില്ലേ അശരണരുടെ കാര്യം. അതിന് എനിക്കൊരു മറ്റൊരു അനുഭവം കൂടിയുണ്ട്. കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭ ഒരു എന്താ പടുകൂറ്റൻ യന്ത്രം വിലക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നത് അന്ന് ശ്രീ ബാലേന്ദ്ര സാറിന്റെ നിർദ്ദേശമായി. മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ ആയിരക്കണക്കിന് ആ യന്ത്രം റോഡിലൂടെ പോകുന്നത് കാണാം. അന്ന് അതിന്റെ പേര് JCB എന്നാണ് അറിയുന്നത്. JCB ഒരു കമ്പനിയുടെ പേരാണെങ്കിലും ആ മണ്ണുമാന്തി യന്ത്രം നമുക്ക് ആവശ്യമായിരുന്നു. ആലപ്പുഴ നഗരത്തിൽ 4 പൊഴികൾ, അത് കൃത്യമായി വേലിയേറ്റം ഉണ്ടാകുമ്പോഴും ലേലരക്തം ഉണ്ടാകുമ്പോഴും ആ പൊഴികൾ തുറന്നു കൊടുക്കേണ്ടത് മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ചാണ് അന്ന് ആ ജോലി നഗരസഭ ചെയ്തത്. പക്ഷെ അത് മാറട്ടെ, ഒരു പുതിയ ഉൽപ്പന്നം വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് നോക്കാം. അങ്ങനെ ഒരു ആശയം തരുന്നത്, അത് ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നത്, അത് വാങ്ങാൻ തീരുമാനിക്കുന്നത്, കൊട്ടേഷൻ വിളിച്ച് ടെൻഡർ വിളിച്ച് തന്നെ വാങ്ങണം എന്ന് തീരുമാനമെടുത്തത് എല്ലാം ബാലേന്ദ്ര സാറിന്റെ നിർദ്ദേശമായിരുന്നു. വലിയ വിവാദം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഭയം, പക്ഷേ ഒരു വിവാദം ഉണ്ടായില്ല. അന്ന് അതിന്റെ വില വലിയ വിലയായി, ഇത് വില കുറഞ്ഞു. അതങ്ങനെയാണല്ലോ. കാലഘട്ടം പിന്നെടുപ്പോൾ പുതിയ ഒന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ അതിന് അതിൻ്റെതായ വിലയും, പിന്നെ അത് സർവ്വസാധാരണമാകുമ്പോൾ അതിന്റെ വില കുറയുകയും, അത് അങ്ങനെയാണ്. അങ്ങനെ വന്ന ആ കാലഘട്ടത്തിൽ അത് ഉപകരിച്ചത് പിന്നെ പലപ്പോഴായി വലിയ കടലാക്രമണങ്ങളെ നേരിടാൻ, വലിയ ദുരന്ത സ്ഥലത്ത് വേണ്ട ഒരു ഭാഗത്തെ നമ്മൾ ഒരുപാട് നീർച്ചാലുകളും അല്ലെങ്കിൽ എന്താ പറയുക ഓടകളും കാണകളും മറ്റ് വെള്ളക്കെട്ടുകളും ഉള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ. കിഴക്ക് പാടശേഖരം, പടിഞ്ഞാറ് കടൽ. ഇതിനിടയിൽ ഒരുപാട് എന്താ ജലനിർഗമനം. അതിന് തടസ്സമുണ്ടാക്കാതിരിക്കാൻ ഈ യന്ത്രം ഉപകരിച്ചത്, ഇന്നും ഉപകരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ബാലേന്ദ്ര സാറിന്റെ ശക്തിയായി. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് പ്രമുഖ വ്യക്തികൾ നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ ജോസലപ്പൻ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. മറ്റ് നമ്മുടെ ഗുരുദയാൽ ഇവിടെ ഇരിക്കുന്നു. മറ്റു പ്രമുഖരായ ഞങ്ങളുടെ ഗുരുനാഥന്മാരെ പറയാനുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നു. ഞാൻ വ്യക്തമായി കടന്നു പോകുന്നില്ല. അപ്പോൾ ശ്രീ ബാലേന്ദ്ര സാറ് നമുക്ക് ഒരു ഉണ്ടായിരുന്നു. ഈ നഗരത്തിന് ആവശ്യമായത് സംഭാവന ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് സമർപ്പിച്ചിട്ടാണ് ബാലേന്ദ്രൻ സാർ കടന്നുപോയത് എന്നുള്ളത് ധന്യമായ ഒന്നായി ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ബാലേന്ദ്രൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മൾ ഈ ഓർമ്മ ദിവസം കഴിഞ്ഞ വർഷവും ഒരു സേവന പ്രവർത്തനത്തിന് മുൻകൈ എടുത്തിരുന്നു. ഈ വർഷവും അതുപോലെയുള്ള ഒരു ചെറിയ സേവന സഹായം ബഹുമാനപ്പെട്ട
മുൻ MLA ശ്രീ എ ഷുക്കൂർ അവർ നൽകിയാണ്. ആഷിഖ് പൊള്ളത്തെ എന്ന വിദ്യാർത്ഥിക്കാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് സഹായം നൽകുന്നത്. സഹായം നൽകാൻ ബഹുമാനപ്പെട്ട ശ്രീ എ ഷുക്കൂർ അവരെ ഏറ്റുവാങ്ങാൻ ആഷിഖിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു സെക്കൻഡ്. ബാലേന്ദ്ര സാറിന്റെ ബാലേന്ദ്ര സാറുമായിട്ട് ഏറെ വ്യക്തിബന്ധം പുലർത്തുകയും രാഷ്ട്രീയത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ബഹുമാനായ ആലപ്പുഴ നഗരസഭയുടെ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട ജോസ് ചെല്ലപ്പനെ ഈ ബാലേന്ദ്ര സാറിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു. ഏറെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മനോജ് കുമാർ അവരുടെ ഇപ്പോൾ എനിക്ക് മുൻപ് സംസാരിച്ച് പോകുന്ന ശ്രീ എ ഷുക്കൂർ അവരുടെ ഗുരുദയാൽ അവരുടെ അതോടൊപ്പം വേദിയിലിരിക്കുന്ന മറ്റ് ഇഷ്ട വ്യക്തികൾ, ഒരു അധ്യാപകൻ എന്നതിലുപരി വിദ്യാർത്ഥികളുടെ വഴികാട്ടി സഹപ്രവർത്തകർക്ക് ആത്മമിത്രവുമായിരുന്നു ബാലേന്ദ്ര സാർ. അക്കാദമി രംഗത്തെ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവും ലാളിത്യവും നിറഞ്ഞ പെരുമാറ്റവും അദ്ദേഹത്തെ എല്ലാവരിൽ നിന്നും പ്രിയങ്കരനാക്കി. അദ്ദേഹത്തിനുള്ള ആദര സൂചകമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം ഉൾക്കൊള്ളുന്നു. സാറ് ഇങ്ങനൊരു അനുസ്മരണത്തിൽ വന്ന സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് ഏറെ പ്രിയപ്പെട്ട ശ്രീ PM ആന്റണി എന്ന വലിയൊരു കലാകാരൻ്റെ സാന്നിധ്യത്തിലാണ്. എനിക്ക് തോന്നുന്നത് ബാലേന്ദ്രൻ സാറ് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി തന്നെ കൂടുതൽ പഠന വിഷയമാക്കിയതും പ്രിയപ്പെട്ട PM ആന്റണി എന്ന ആ വലിയ കലാകാരൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ബാലേന്ദ്രൻ സാറ് ഡോക്ടറേറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ അറിവ് ശേഖരിച്ചതും PM ആന്റണി എന്ന ഒരു വലിയ കലാകാരനിലൂടെയാണെന്നത് മിതമായ അറിവിലൂടെ എനിക്ക് അറിവുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബാലേന്ദ്രൻ സാറിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രമായ ശ്രീ PM ആന്റണി എന്ന ആ വലിയ കലാകാരനെ ഇവിടെ ഓർക്കേണ്ടി വരുന്നത്. ഇവരുടെ ഒരു സൗഹൃദ വേദിയിൽ വെച്ചാണ് ആ നാട്ടുകാരനും എൻ്റെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധവുമുള്ള ശ്രീ PM ആന്റണി എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ബാലേന്ദ്രൻ സാറിനെ ഞാൻ പരിചയപ്പെടുന്നു. ഒട്ടനവധി സാമൂഹികപരമായ വിഷയങ്ങളിൽ സാറുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നത്
എൻ്റെ എളിയ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ചില കാര്യങ്ങളിൽ ചേർന്ന് പോകാൻ പലപ്പോഴും വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വിഷയങ്ങളിൽ മാത്രം വിയോജിപ്പുകൾ മുൻനിർത്തുകയും തുടർന്ന് സ്നേഹവും സൗഹൃദവും ഒരേ ത്രാസോടുകൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ശ്രീ ബാലേന്ദ്രൻ സാർ. അതോടൊപ്പം എന്നിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന ഒരു ലേബിള് ഒരു ജനപ്രതിനിധി എന്ന ലേബിളിലേക്ക് മാറ്റാൻ നാന്ദി കുറിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഭാഗത്തിൽ ഒരു അടിസ്ഥാന കല്ലായി മാറിയ ഒരു വ്യക്തിത്വം കൂടിയാണ് ബാലേന്ദ്രൻ സാർ എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ബാലേന്ദ്രൻ സാറായിരുന്നു ഒരു സ്വതന്ത്ര കൗൺസിലറായി മത്സരിക്കുന്ന സമയത്ത് എൻ്റെ വേദിയിൽ വന്ന്, എന്ന് വെച്ചാൽ പ്രചരണ വേദിയിൽ വന്ന് ഒരു സാമൂഹ്യ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നത്തെ അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ പൈശാചികമായ ഇടപെടലിനെ പച്ചയായി വിളിച്ചു പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ എന്നോടൊപ്പം ചേർന്ന് നിന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. മംഗലം ജംഗ്ഷനിൽ വെച്ച് നിന്ന വോട്ടിന്റെ പ്രചരണത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വേദിയിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി സംസാരിച്ച ഒരേ ഒരു വ്യക്തി ബാലേന്ദ്രൻ സാർ മാത്രമായിരുന്നു. വേറെ ഒരു സാംസ്കാരിക നേതാക്കന്മാരെയോ ഒരു രാഷ്ട്രീയ കാര്യം നമ്മൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെയോ നമ്മളുടെ സമ്മേളനത്തിനോ പ്രചരണത്തിന്റെ ഭാഗമായോ കൂട്ടിച്ചേർക്കാൻ സാധിച്ചില്ല. ആ സമയങ്ങളിലെല്ലാം ബാലേന്ദ്രൻ സാറ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. നാമനിർദ്ദേശ പത്രിക ആദ്യമായി മത്സരിക്കുമ്പോൾ പത്രിക ഫില്ല് ചെയ്ത് തന്നത് ബാലേന്ദ്രൻ സാർ തന്നെയാണ്. രാത്രി 11 മണിക്ക് ശ്രീ PM ആന്റണി എന്ന അദ്ദേഹത്തിന്റെ മൂത്ത മോൻ ശ്രീ അനിലുമായി അദ്ദേഹത്തിന്റെ നമ്മുടെ ബാലേന്ദ്രൻ സാറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സാറ് രാത്രിയൊന്നോ പകലൊന്നോ നോക്കിയല്ല ഞങ്ങളെ സ്വീകരിച്ചത്. അവിടെ നിന്നും നാമനിർദ്ദേശ പത്രിക ഫില്ല് ചെയ്ത് സൂക്ഷ്മമായി പരിശോധിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 1 മണിയോളമായി രാത്രി എന്നതാണ് യാഥാർത്ഥ്യം. തുടർന്ന് പത്രിക സമർപ്പിച്ചു. സൂക്ഷ്മമായ പരിശോധനയിൽ ഒരു തെറ്റും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള പത്രിക ഫില്ല് ചെയ്തതായിരുന്നു ബാലേന്ദ്രൻ സാറിൽ നിന്നും ഉണ്ടായത്. കാര്യം ഞങ്ങൾക്ക് പത്രിക സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ടോ അത് പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ യാതൊരുവിധ മുൻപരിചയമോ അറിവുമില്ലാത്ത സാഹചര്യത്തിലാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ബാലേന്ദ്രൻ സാറ് എന്നോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ ആ സംവിധാനത്തിനോടൊപ്പം സംഘടിതമായി കൂടെ നിന്നത്. അതൊക്കെ ഈ വേദിയിൽ നിന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന നന്ദിയില്ലായ്മയായി മാറും. അതുകൊണ്ടാണ് ഈ ഓർമ്മകൾ ഞാനിവിടെ ഈ അവസരത്തിൽ വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അതുകൂടാതെ സാറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ശ്രീ PM ആന്റണി എന്ന ഫൗണ്ടേഷനിലൂടെ മുന്നോട്ട് വെച്ച കലാപരമായും അതോടൊപ്പം ഫൗണ്ടേഷൻ തലത്തിലുള്ള ചില ആശയങ്ങൾ നടപ്പിലാക്കുക എന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ PM ആന്റണിയുടെ അനുസ്മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ക്യാമ്പയിനും വലിയ ഒരു സമ്മേളനമൊക്കെ നടത്തി. ഇന്ന് ശ്രീ VS അച്യുതാനന്ദൻ അവர்களായിരുന്നു ഉദ്ഘാടനമായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അന്ന് ക്രീം ഗവർണറിൻ്റെ ഓണറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ സഹകരണത്തോടുകൂടി വലിയ ഒരു ചിത്രരചനയൊക്കെ നടത്തി. ആ ചിത്രരചന കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത ഒരുക്കുമെന്ന
കാഴ്ചപ്പാടുകൂടി തന്നെയാണ് സാർ അതിൻ്റെ മുഖ്യധാരയിൽ നിന്നത്. പക്ഷെ തുടർന്ന് ആ ഫൗണ്ടേഷൻ ശക്തമായി കൊണ്ടുവരാൻ സാറിന് സാധിച്ചില്ല എന്നത് വളരെ വേദനയോടെ മരിക്കും മുൻപ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു ഗുരുനാഥൻ, എൻ്റെ ഏറ്റവും വലിയ ചങ്ങാതി എന്ന നിലയിൽ ശ്രീ പി എം ആന്റണിയുടെ ഒരു ഫൗണ്ടേഷൻ എനിക്ക് മുഖ്യധാരയിൽ എത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അതോടൊപ്പം നിരന്തരമായ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തി എന്ന നിലയിലും നീ ഈ വിഷയം ഏറ്റെടുക്കണം, ഈ ഫൗണ്ടേഷൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് മനസ്സുകൊണ്ട് വിയോജിപ്പ് കാണിച്ചെങ്കിലും അത് ചില മൂല്യ കാരണങ്ങൾ കൊണ്ടാണെന്നതാണ് ഞാൻ സാറിനെനിക്ക് പറഞ്ഞതെങ്കിലും പിന്നീട് കൂടുതൽ നാള് എനിക്ക് സാറുമായി സമയം ചെലവഴിക്കാൻ ഈശ്വരൻ സമ്മതിച്ചില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇന്നെനിക്ക് ഈ വേദിയിൽ നിന്ന് സാറിനെ അനുസ്മരിക്കേണ്ടി വരുന്നത്. പിന്നീട് വൈകാരിക സാഹചര്യങ്ങളിലൊക്കെ സാറിന് ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് കണ്ടുമുട്ടാനും സംസാരിക്കാനും പറ്റിയെങ്കിലും അന്ന് സാറിൻ്റെ ആരോഗ്യം അത് സമ്മതിച്ചില്ല എന്നതൊരു മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എൻ്റെ സാറുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ നിമിഷങ്ങൾ ഞാൻ പങ്കുവെച്ചത് സാറിൻ്റെ ആ വിശാലമായ മനസ്സ്, സാറിനെപ്പോഴും ആധികാരികമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഏത് വിഷയത്തെയും ആധികാരികമായി അതിനെ ജനങ്ങളിലെത്തിക്കാനുള്ള ഒരു വൈവിധ്യമായ കഴിവ് അത് സാറിന് മാത്രമുള്ളതാണ്. കാര്യം ഞാൻ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ 2015 ഒരു സ്വതന്ത്ര കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് മറ്റൊരു സത്യമാണെങ്കിലും സാറിൻ്റെയൊക്കെ ഏറ്റവും വലിയ പിന്തുണയോടുകൂടിയാണ് ഞാൻ ഒരു സ്വതന്ത്ര കൗൺസിലറായി 2015 തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ മുനിസിപ്പാലിറ്റി ചെന്ന ആദ്യത്തെ കൗൺസിൽ നേരിട്ടപ്പോൾ തന്നെ ആദ്യത്തെ അജണ്ട എന്നേക്കാളും മുൻപേ വാരേന്ദ്ര സാർ പഠിച്ചു കഴിഞ്ഞു എന്നതാണ്. പിന്നീട് ആ അജണ്ട എനിക്ക് പകർന്നു നൽകുകയാണ്. ഇന്ന രീതിയിൽ കൗൺസിലിൽ സംസാരിക്കണം, ഇന്ന വിഷയ ശൈലിയിലാണ് നടപ്പിലാക്കേണ്ടത്. അതേ രീതിയിൽ തന്നെ ആദ്യത്തെ കൗൺസിലിൽ ഞാൻ സംസാരിച്ചതും ബാലേന്ദ്ര സാറിൻ്റെ ശബ്ദമായിട്ടാണ്. ഇത് ഈ നിമിഷമാണ് ഞാൻ പൊതുവേദിയിലാണെങ്കിലും മറ്റൊരാളെങ്കിലും ഈ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത്. സൂചന എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന സാറിൻ്റെ അരുമശിഷ്യനായ അഡ്വക്കേറ്റ് മനോജ് കുമാർ അവർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. സാറ് ബാലേന്ദ്ര സാറ് ഞാനുമായിട്ടുള്ള അടുപ്പം ശ്രീ അഡ്വക്കേറ്റിനെ അറിയില്ല എന്നത് ആദ്യം എനിക്ക് തോന്നി. പിന്നീട് എനിക്ക് മനസ്സിലായി സാറിൻ്റെ അടുക്കെ പറയുന്ന പല കാര്യവും ഇവിടെ എത്തുന്നുണ്ട് എന്നത് മനസ്സിലാക്കിയപ്പോൾ അഡ്വക്കേറ്റ് മനോജ് കുമാർ തന്നെ എനിക്ക് പറഞ്ഞു, നീയും ബാലേന്ദ്ര സാർ തമ്മിൽ വലിയൊരു അടുപ്പമുണ്ടല്ലേ, വൈകിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ആ അജണ്ട പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയായിരുന്നു. ഇന്നും അഴിക്കാൻ പറ്റാത്ത ഒരു കുരുക്കായി കിടക്കുന്ന അജണ്ട, ഞാൻ ഒറ്റപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. സാർ എടുത്തു വെച്ച തീക്ഷ്ണമായ ദീർഘവീക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അജണ്ടയാണ്. അത് മറ്റൊന്നുമല്ലായിരുന്നു EMS സ്റ്റേഡിയത്തിൻ്റെ കടമുറികൾ തെരുവോര കച്ചവടക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചതാണെന്നതാണ് സാറിൻ്റെ ഉത്തമമായ കാഴ്ചപ്പാട് നിഗമനം. കാര്യം അതിൻ്റെ പ്രോജക്റ്റ് സമർപ്പിക്കാൻ കമ്മിറ്റിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ബാലേന്ദ്ര സാർ തന്നെയായിരുന്നു. അതുകൊണ്ട് സാറിന് അതിൻ്റെ എല്ലാ മുക്കും മൂലയും കാഴ്ചപ്പാടും സാറിന് അറിയാമായിരുന്നു. അപ്പം തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി EMS സ്റ്റേഡിയത്തിൻ്റെ താഴെയുള്ള കടമുറികൾ മാറ്റിവെച്ചിരിക്കുന്നത്, തുടർന്ന് വ്യവസായപരമായി അത് കൊടുക്കുകയും ഒരു ഹെൽത്ത് പാർക്കിന് കൊടുക്കുകയും ഹെൽത്ത് പാർക്കിന് കൊടുക്കാൻ നിയമമില്ലെന്ന് ആക്ടിലൂടെ എന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് ബാലേന്ദ്ര സാർ. ഞാനത് ചലഞ്ച് ചെയ്യും. കൗൺസിൽ അത് അംഗീകരിക്കേണ്ടി വന്നു. ഒറ്റ പോരാട്ടം എന്ന നിലയിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും നേരിട്ട് പോയി ബന്ധപ്പെടേണ്ടി വന്നു. അണ്ടർ സെക്രട്ടറി ഒപ്പിട്ട കാര്യങ്ങൾ അത് ബാർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നിയമ പോരാട്ടങ്ങൾ പലതും നടത്തി. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ
സെക്രട്ടറിയെ വരെ സ്വാധീനത്തിലൂടെ ഈ അജണ്ടയുടെ പേരിൽ മാറ്റി എന്നത് യാഥാർത്ഥ്യമാണ്. ഒടുവിൽ നമ്മൾ പരാജയപ്പെടില്ല എന്ന ഉത്തമ ബോധ്യം എതിർഭാഗത്തെ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടായപ്പോൾ അവര് സംഘടിതമായ ഒരു സെറ്റിൽമെന്റിലൂടെ ആ അജണ്ട പാസ്സാക്കി കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ സാർ മുന്നോട്ട് വെച്ച ആ അജണ്ട എന്നിലൂടെ അവതരിപ്പിച്ചത് സാറിന്റെ ശബ്ദമായാണെന്നത് യാഥാർത്ഥ്യം ഞാൻ ഇവിടെ പറയുമ്പോഴും അത് 1.25 കോടി രൂപ മുനിസിപ്പാലിറ്റിക്ക് കിട്ടേണ്ട ഒരു പദ്ധതിയായി, ഒരു അജണ്ടയായി. അത് വെറും 5 ലക്ഷത്തിന് സെറ്റിൽമെന്റ് ചെയ്തു കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് നിരവധി കേസുകൾ എൻ്റെ നേരെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിടേണ്ടി വന്നു. അന്ന് എന്നോടൊപ്പം കൗൺസിലായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്ന മനോജ് കുമാർ അവരോട് ചോദിച്ചാൽ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പൊ ഞാൻ ആ വിഷയം എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ അത്രയും വലിയ തീക്ഷ്ണമായ ഒരു പോരാളിയായിരുന്നു വാലന്തർ സാർ എന്നതാണ്. സാറിന്റെ അറിവും ജ്ഞാനവും ബന്ധവും സാമൂഹിക ഇടപെടലും എല്ലാം തന്നെ സാറിന്റെ കാഴ്ചപ്പാടിൽ തീക്ഷ്ണമായ ഒരു പോരാട്ടത്തിൻ്റെ വഴികളാക്കിയെടുക്കാനാണ് സാറ് പ്രത്യേകം ശ്രമിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു വ്യക്തിയെ അനുസ്മരിക്കാൻ കിട്ടുന്ന ഈ വേദി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദിയായി ഞാൻ കാണുന്നു. സാറിനെ അനുസ്മരിച്ചു കൊടുക്കുന്ന ഈ സ്കോളർഷിപ്പ് മാത്രമല്ല, ഒട്ടനവധി നല്ല നല്ല പ്രോജക്റ്റുകൾ മുന്നോട്ട് വെച്ച് നടപ്പിലാക്കാൻ ഈ സമിതിക്ക് സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം സാറ് മുന്നോട്ട് വെച്ച ശ്രീ PM ആന്റണി എന്ന ആ വലിയൊരു കലാകാരന്റെ ഫൗണ്ടേഷനെ എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൂടി സാറിനോടൊപ്പം ചേർത്ത് നിർത്തി ഈ വലിയൊരു ബൃഹത്തായ പദ്ധതിയാക്കി മാറ്റി ആലപ്പുഴയെ അറിയുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നതും ഈ സമിതി പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്നതും ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം സാറ് ജീവിച്ചിരുന്നപ്പോൾ നടക്കാതെ പോയ ഒരു ആഗ്രഹങ്ങൾ കൂടിയാണ് ഈ വേദി കിട്ടിയപ്പോൾ ഞാൻ ഈ സമിതിയുടെ മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറിനെ പോലെ ഒരു കലാകാരനും തീർത്തും വലിയൊരു കലാകാരൻ കൂടിയാണ് സാർ. കാര്യം കലയെ നല്ല രീതിയിൽ വീക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഏറ്റവും വലിയൊരു കലാകാരൻ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കലയെ കൃത്യമായി വീക്ഷിച്ച് വിലയിരുത്താൻ കഴിവുള്ള ഒരു മനുഷ്യൻ വലിയൊരു കലാകാരൻ കൂടിയാണ്. ആ വലിയൊരു കലാകാരനും വലിയൊരു അധ്യാപകനുമായ പ്രിയപ്പെട്ട വാലന്തർ സാറിൻ്റെ പാവന സ്മരണക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്ന ഈ സമിതിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ സംഗീത പരിപാടിയുടെ ആരംഭിക്കും മുമ്പ് ചെറിയ ഈ അനുസ്മരണ നടത്തുന്ന ആളുകൾ വളരെ ചെറിയ വാക്കുകളിൽ അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കണമെന്ന് ഇതിനെക്കുറിച്ച് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ആന്റണിയും ജോണും. അഫ്സൽ ആദരണീയരായ പ്രിയ വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, 3 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ജി ബാലേന്ദ്രൻ എന്ന ചന്ദ്രൻ ചേട്ടനെ നാട്ടിൽ എത്രയും പ്രിയങ്കരനായിരുന്നു എന്നതിന് നേർസാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ദീർഘകാലമായ വ്യക്തിബന്ധം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജോണി എന്ന പേര് വിളിക്കുന്നില്ല, എടാ ഓടാ. പക്ഷേ ഞാൻ ചന്ദ്രൻ ചേട്ട എന്നുള്ള ഒരു സ്നേഹ ബഹുമാനമുള്ള ഒരു വിളിയായിരുന്നു. എന്നെക്കാൾ ഏകദേശം 3 വയസ്സോളം മൂപ്പുള്ള ചന്ദ്രൻ ചേട്ടൻ. കളർകോട് ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങിയപ്പോഴുണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. അന്ന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് കോളേജിൽ ചേരുന്നതിന് മുമ്പ്
നിൽക്കുന്ന സമയത്ത് എടാ നീ അക്കൗണ്ടൻസി പഠിക്കണം, എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞ് ആ അക്കൗണ്ടൻസിൻ്റെ വലിയ കനമുള്ള ഒരു ബുക്ക് എന്നെ തന്നിട്ട് ഇതുമായിട്ട് എല്ലാ ദിവസവും എന്നെ വന്ന് കണ്ട് ഇവിടെ പഠിക്കാൻ പറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു ചന്ദ്രൻ ചേട്ടൻ. പക്ഷെ ഞാൻ അക്കൗണ്ടൻസി എടുത്തില്ല, പിന്നെ എക്കണോമിക്സിലോട്ട് പോയി ഡിഗ്രി PG ഒക്കെ അങ്ങ് എടുത്തു. അങ്ങനെ ആ ഒരു സ്നേഹബന്ധം നിലനിൽക്കുമ്പോൾ ഒത്തിരി സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുവാനുള്ള സാഹചര്യം വളർച്ചയുടെ പല ഘട്ടങ്ങളിലും എനിക്ക് ചന്ദ്രചേട്ടനുമായിട്ടുള്ള ബന്ധം വഴി കിട്ടിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ചന്ദ്രചേട്ടൻ എക്കാലവും താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനോഭാവത്തോടുകൂടി ജീവിച്ച ഒരു പച്ചയായ മനുഷ്യനായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും നേർക്കാഴ്ചയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവസാന നാളുകളിൽ ശാരീരികമായ അവശതകൾ ഉണ്ടായപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുവാൻ വേണ്ടി പോയി സംസാരിച്ചിരിക്കാനുള്ള സാഹചര്യമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നുള്ള ഒരു വിയോഗം എന്നെ മനു ഫോണിൽ വിളിച്ചിട്ട് അച്ഛൻ മരിച്ചു, നമുക്ക് അച്ഛൻ്റെ ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, അതായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുവാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അന്നേരം തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന സലാം സാർ MLA ബന്ധപ്പെട്ട് ബാക്കി പേപ്പറുകളും കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ ഞാൻ കൊടുത്തു. തൻ്റെ ശരീരം ജീവിച്ച് ഭൗതികമായി മാറിയപ്പോൾ അത് വീണ്ടും പഠന വിഷയമാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ടാക്കുവാൻ ഒരു ചെറിയ തീപ്പൊരിയിട്ട ആള് ആണ് ഞാൻ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. കാരണം എൻ്റെ അമ്മാവും കൂടിയായ, അമ്മയുടെ ആങ്ങളും കൂടിയായ ഇസ്താഖ് സാർ, ജോജിയുടെയൊക്കെ അച്ചാച്ചി ഇതുപോലെ പെട്ടെന്നുണ്ടായ ഒരു വീഴ്ചയിൽ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം പഠനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്നുള്ള എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ നിർദ്ദേശമാണ് ആ കുടുംബം മനസ്സാവരിച്ചത്. ചന്ദ്രചേട്ടൻ അന്ന് എല്ലാ കാര്യത്തിലും ഒപ്പം നിന്നിരുന്നുള്ള ആളെന്ന നിലയിൽ അതേ പാത തന്നെ പിന്തുടരുവാൻ ചന്ദ്രചേട്ടൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ചേച്ചിക്കുമൊക്കെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. ആ മനുഷ്യന്, ആ മനസ്സിന്, ആ വിശാല മനസ്സിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്നെ രണ്ടു വാക്ക് സംസാരിക്കാൻ നിർദ്ദേശിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ബാലേന്ദ്ര സാറിൻ്റെ നേരെ വിദ്യാർത്ഥി അല്ലെങ്കിൽ പോലും ക്രിസ്റ്റി കോളേജിലെ പഠനകാലത്ത് ബാലേന്ദ്ര സാറിൻ്റെ ശാസനകളും നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരാളാണ്. ശിഷ്യന്മാരുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളാണ് പ്രിയപ്പെട്ട മലപ്പുഴ MLA ശ്രീ സലാം അവർ. അദ്ദേഹം ഈ ബാലേന്ദ്ര സാറിനെ അനുസ്മരിക്കുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ കളറോട് LP സ്കൂളിലെ 4 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ കഴിഞ്ഞ വർഷം നൽകിയിരുന്നവരുടെ സ്കോളർഷിപ്പ് ഈ വർഷം നൽകുന്നുണ്ട്. ആ സ്കോളർഷിപ്പ് അദ്ദേഹം വിതരണം ചെയ്യും. ഈ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MLA ക്ഷണിക്കുന്നു. അതോടൊപ്പം പുഷ്പാർച്ചനയ്ക്കായി ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർമാരായ ശ്രീ ഷാനവാസിനെ, ശ്രീ ഷായ് ചട്ടിനെ വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ബാലേന്ദ്ര സാറിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ, ഇവിടെ മനോജ് പറഞ്ഞ പോലെ നമ്മുടെ എസ് ടി കോളേജിൽ പഠിച്ചു പോകുന്ന മിക്കവാറും എല്ലാ വിദ്യാർത്ഥികൾക്കും വിശേഷിച്ച് വിദ്യാർത്ഥി സംഘടനകളെയൊക്കെ ഭാരവാഹികളായി കോളേജ് യൂണിയൻ്റെ ഭാരവാഹികളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ വിശേഷിച്ചു സാറിൻ്റെതായ ഒരു വലിയ സഹായം നല്ലതുപോലെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡിഗ്രിയും എസ് ടി കോളേജിലാണ് പഠിച്ചത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ക്ലാസ്സിന് പുറത്ത് ഉപദേശം കിട്ടിയത് വിജി കെ സാറും രവി സാറും ബാലേന്ദ്ര സാറും. ഈ 3 പേരാണ് നമ്മുടെ വിദ്യാർത്ഥി ജീവിതകാലത്ത് വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ചും മറ്റിതരമായി ഒരു സാമൂഹിക രംഗത്ത് എനിക്ക് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ പൊതുവെ ഇപ്പോഴുള്ള പ്രവർത്തനത്തിൽ കുറച്ച് കരുത്ത് കിട്ടുന്ന നിലയിൽ ധാരാളം ഉപദേശങ്ങൾ ലഭിച്ചിട്ടുള്ള കൂട്ടത്തിലാണ്. അത് എനിക്ക് ലഭിച്ച പോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുവാനും വേണ്ടിയുള്ള സദസ്സിൻ്റെ ഭാഗങ്ങളുടെ സംഗീതമാണ്. അതൊരു ക്ലാസ് മുറിക്കുള്ളിലെ നമ്മുടെ സിലബസിൻ്റെ ഉള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിവ് മാത്രമല്ലാതെ തിരിച്ചറിവുകൾ പ്രധാനമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും പ്രാധാന്യത്തിൽ കാണുന്ന കാര്യമാണ്. അത്തരം തിരിച്ചറിവുകൾ നമുക്ക് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്ന പല കാര്യങ്ങൾക്കും ഒരു തീർപ്പുണ്ടാക്കാനൊക്കെ ഉപകരിക്കപ്പെടുന്ന ധാരാളം തിരിച്ചറിവ് നമുക്ക് സാറിനെ പോലുള്ള ആൾക്കാരുടെ ഭാഗം വളർന്നിരിക്കുന്നു. സാറിൻ്റെ ഒരു സേവന മേഖല ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തിച്ചത് എല്ലാവർക്കും അറിയും. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തെ നല്ലതുപോലെ അവരെ സഹായിക്കാൻ അവരുടെ ഒരു രക്ഷകർത്താവിനെ പോലെ തന്നെ സാറിൻ്റെ അവസാന സമയം വരെ ഒരു പ്രവർത്തന മേഖലയായി സാറ് കണ്ടുവരുന്നത് കാണാൻ പറ്റും. അത് സാറിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം കുറേ അധികം ആ കാര്യത്തെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സാർ മുന്നോട്ട് പോയിരുന്നത്. അത് നിശ്ചയമായും ഒരു സമൂഹത്തിൽ ഏറ്റവും ദുർബലപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ കൂടെയാണ് ഞാൻ നിൽക്കേണ്ടത്, എൻ്റെ ജീവിതം ഉണ്ടാവേണ്ടത്, എനിക്ക് ചെലവഴിക്കാൻ പറ്റുന്ന പരമാവധി സമയം അങ്ങനെയുള്ള മനുഷ്യർക്കായി മാറ്റിവെക്കണം എന്ന് സാർ നിശ്ചയിച്ചുറപ്പിക്കുന്നത് സാറ് ആശയപരമായി ചിന്താപരമായൊക്കെ എപ്പോഴും സ്വീകരിച്ചു പോകുന്നൊരു രീതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. ഏത് കാര്യത്തിൽ സാറ് നല്ല നിലപാടുകളാണ്. അത് കോളേജിൽ അധ്യാപകനായിരുന്ന സമയത്ത് തന്നെ ക്യാമ്പസിൽ ഇന്നതായ ഏത് പ്രശ്നം വന്നാലും ആർക്കെന്ത് തോന്നുന്നു സാറ് പോകുന്ന പ്രശ്നമില്ല. വളരെ കണിശമായി സുവ്യക്തമായ നിലപാട് സാറ് എപ്പോഴും സ്വീകരിക്കും. എന്ത് പരിഭവമാണ് സംഭവിച്ചാലും സാറത് വകവയ്ക്കാതെ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു രീതിയാണ്. നമുക്കൊരാളെ, ഒരു വ്യക്തിയെ, ഒരു അധ്യാപകനെ അല്പം കൂടുതൽ ഇഷ്ടപ്പെടാൻ നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം ഇങ്ങനെയെല്ലാമുള്ള പ്രത്യേകതകൾ സാറിൻ്റെ രീതികളിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതോടുകൂടിയാണ്. ഏതർത്ഥം വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് ഒരു പൊതുകൂട്ടത്തിനിടയിൽ നിന്നുള്ള കുതിരമാറി സഞ്ചരിക്കുന്നവരാണ് എന്ന് നിശ്ചയമായും ബാലേന്ദ്ര സാറിനെ കുറിച്ച് നമുക്ക് ഓർമ്മിക്കുന്ന ഘട്ടത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ്. ആ കുതിരമാറി സഞ്ചരിക്കുന്ന എപ്പോഴും ഒരു ശരിയായി തന്നെയായിരിക്കും, നെറ്റിൻ്റെ വഴിയിലൂടെയല്ല അദ്ദേഹം കുതിരമാറി പോകുന്നത് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും പറയുന്ന നിലപാടിനെ കൂടെ ചേരുക എന്ന രീതി ഒരിക്കലും ബാലേന്ദ്ര സാർ സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന് ശരി എന്ന് തോന്നുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളിലും ഏത് വിജയത്തിൻ്റെ ഘട്ടത്തിലും പരാജയത്തിൻ്റെ ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗം അത് തന്നെയാണ് തനിക്ക് ശരി എന്തോ നിലപാടുകളൊപ്പം നിൽക്കുക, അത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും
നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അത്തരമൊരു വെളിച്ചം നിശ്ചയമായും പൊതുവെ നമുക്കെല്ലാം തന്നതുപോലെ തന്നെ സവിശേഷമായി വ്യക്തിപരമായ ഒരു വെളിച്ചം തീർച്ചയായും സാറിൻ്റെ രീതിയിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. സാറിൻ്റെ ധന്യമായ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു കുട്ടി പുസ്തകം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ബാലേന്ദ്ര സാറിൻ്റെ പ്രിയ പത്നി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പേര് വിളിക്കുന്ന കുട്ടികൾ ദയവേത് വരണം. വൃഷം PR വിജയൻ, സ്റ്റാൻഡേർഡ് 1B. ഈ സ്കോളർഷിപ്പ് വാങ്ങിക്കുന്നത് കളർകോട് LP സ്കൂളിലെ മിടുക്കരായ കുട്ടികൾക്കാണ്. അപ്പോൾ ഒരു വലിയ കൈകടി കൂടി അവർക്ക് കൊടുക്കും. വൃഷം PR വിജയൻ. വൃഷമുണ്ടോ? വൃഷം ഇല്ല, വൃഷമില്ല ടീച്ചർ വന്നില്ല. ശ്രീലക്ഷ്മി ശ്രീകുമാർ. ഋഷഭ്. കാർത്തിക രാകേഷ്. ശ്രീലക്ഷ്മി ശ്രീകുമാർ. റയാൻ അഗസ്റ്റ്. അബിൻ M. അബിൻ. കൈകൊട്ട് അനുഗ്രഹ M. യമിൻദീപ് PD. ആബേൽ സെബാസ്റ്റ്യൻ. ദീക്ഷ PS. അമല KJ. ഈ കുട്ടികൾ സ്കോളർഷിപ്പ് വാങ്ങിയ കുട്ടികളെല്ലാം ദയവേത് ഒന്നുകൂടി സ്റ്റേജിലേക്ക് വരണം. നമുക്ക് MLA അടുത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം. പ്രിയപ്പെട്ട ജോസ് ചെലപ്പനെയും ഷാനവാസിനെയും ഷാഹിച്ചതിനെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കും. നിങ്ങൾ കൂടി വേദിയിലേക്ക് വരണം. ഈ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളായി ചേർന്ന് ഒന്നിച്ചൊരു ഫോട്ടോ. പ്രിയപ്പെട്ട ഗുരുദയാണ്. ദക്ഷയുടെ ബ്രദർ വന്നിട്ട് ഇതായിട്ട് വാങ്ങാൻ 4 ഇല്ലേ? ഓക്കെ. ST കോളേജിലെ യൂണിയൻ ഭാരവാഹി ആയിരിക്കെ ബാലേന്ദ്ര സാറിൻ്റെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ബാലേന്ദ്ര സാർ സ്റ്റാഫ് അഡ്വൈസറായി. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ള ഒരാളാണ് ഷാനവാസ്. പ്രിയപ്പെട്ട ഷാനവാസ്
ആലപ്പുഴ നഗരസഭയിലെ കൗൺസിലറാണ്. ഷാനാസിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ശേഷം നമ്മുടെ കലാസഭയിലേക്ക് പോകും. ബാലേന്ദ്ര സാറ് എന്നും നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ച വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ST കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കുമ്പോൾ അന്ന് അധ്യാപകർ എന്ന രീതിയിൽ സ്റ്റാഫ് ഓഫീസറാകുന്നത് പല ഘട്ടങ്ങളിലും പല ആളുകളായിരുന്നെങ്കിൽ പോലും ബാലേന്ദ്ര സാർ അന്ന് എന്നെ വിളിച്ച് നേരിട്ട് പറഞ്ഞതാണ്, ഞാനാണ് ഇത്തവണ നിന്റെ സ്റ്റാഫ് അഡ്വൈസർ. എൻ്റെ പ്രിയ സുഹൃത്ത് മനോജ് പറഞ്ഞതുപോലെ ഞാനായാലേ നീ റെഡിയാകത്തുള്ളൂ എന്നാണ് പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. അത്രയ്ക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. കൊമേഴ്സ് ആയിരുന്നെങ്കിലും ഞാൻ എക്കണോമിക്സിലായിരുന്നു പഠിച്ചത്. എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ ദൈനംദിനം സ്നേഹത്തോടുകൂടി ഇടപെടുവാനായി കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. അധ്യാപകനായും പിതാവായും അതിനേക്കാൾ ഉപരി വളരെ അടുത്തൊരു സുഹൃത്തായി ബാലേന്ദ്ര സാറിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഉച്ചയൂണിനും അതേപോലെ സിനിമയ്ക്കൊക്കെ പോകണമെങ്കിൽ പണം വാങ്ങുന്നവരിൽ ഒരാളായിരുന്നു ബാലേന്ദ്ര സാർ. അതിന് തരത്തില്ല തന്നെ പറയുമെങ്കിലും പിന്നീട് വളരെ സ്നേഹത്തോടുകൂടി തരുമായിരുന്നു. അന്ന് ആ സമയത്ത് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അതറിയാം. ഞാൻ മാത്രമല്ല, പല ആളുകളും പല അധ്യാപകരിൽ നിന്നും വാങ്ങും. ഞാൻ ബാലേന്ദ്ര സാറിൽ നിന്നും പലരിൽ നിന്നും വാങ്ങുമായിരുന്നു. അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമായി തരുന്നതാണ്. പഠനമൊക്കെ കഴിഞ്ഞപ്പോഴും ആ സ്നേഹം നിലനിന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അത് വളരെ സൗഹൃദമായി എന്നും ആ മനസ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിരിയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എല്ലാം മനസ്സിൽ തന്നെ ഉണ്ടാകും. ഇപ്പോഴും അദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇടയിൽ എവിടെയോ ചിരിച്ചുകൊണ്ട്, സൗമ്യമായിട്ടുള്ള ചിരി കൊണ്ട് അദ്ദേഹം എൻ്റെ വർത്തമാനം കേൾക്കുന്നു എന്നൊരു ഓർമ്മ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളിനി അഫ്സലിൻ്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്ന് ആരംഭിക്കാം. അതിനിടയിൽ 2 പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഈ ഓർമ്മ കുട്ടുകളിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട അഫ്സലിനെ സംഘത്തിൽ വേദിയിലേക്ക് ക്ഷണിക്കും. ഇനി ആകുന്ന 2 മിനിറ്റത്തേക്ക് പ്രിയനായ ഗുരുദേവ സാറേ, ഇത് ദീക്ഷയുടെ ബ്രദറാണ്. ഇവിടെ സജ്ജിതരായിരിക്കുന്ന ദാരിദ്ര്യസാറിൻ്റെ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും കഴിഞ്ഞ 2 വർഷക്കാലമായി ഞാനും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് ആണെങ്കിലും ഞാൻ അത്താഴപീഠത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ 2 വർഷക്കാലമായി ഈ അത്താഴപീഠം നടത്തിയിട്ട് വിദ്യാദാനം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 150ഓളം കുട്ടികൾക്ക് ഏതാണ്ട് 1700 വരുന്ന കിറ്റ് ആണ് കൊടുത്തിരുന്നത്. അത് ഈ വരുന്ന വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. ഏതായാലും ബാലേന്ദ്ര സാറിനെ
അതിനുശേഷം ഈ അത്താഴക്കൂടത്തിൻ്റെ രക്ഷാധികാരിയായ ബാലേന്ദ്ര സാർ വന്നപ്പോൾ ഓരോ മീറ്റിങ്ങുകളിലും അദ്ദേഹത്തിന് ആരെയും പേടിക്കാതെ ഉള്ള ഒരു നിർദ്ദേശങ്ങൾ, കുറേ നേരമുള്ള സംഭാഷണങ്ങൾ, അദ്ദേഹത്തിന് ആരെയും ഭയമില്ല. സ്വന്തം ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൽ അവർ പറഞ്ഞതുപോലെ സ്വന്തം ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ആരെയും ഭയക്കാതെ വളരെ ദീർഘവീക്ഷണം, വളരെ നിശ്ചയമാക്കി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും ബാലേന്ദ്ര സാറിനെ പോലെ ആകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതിനൊക്കെ വേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉൾക്കാണുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പൊതുരംഗത്ത് ശോഭിക്കാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ എനിക്കാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ശിരസ് നമസ്കാരം നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഈ ആശുപത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട രാജ് സോമസുണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ MLA, വൈസ് ചെയർമാൻ, അതിലെ ജനപ്രതിനിധികളെ, സുഹൃത്തുക്കൾ, ബാലേന്ദ്രൻ സാറിൻ്റെ ഈ ഓർമ്മ നമ്മൾ ആചരിക്കുന്ന ഈ ദിനത്തിൽ സാറിൻ്റെ ഒരു വിദ്യാർത്ഥിയായി 5 വർഷക്കാലം സാറിൻ്റെ ക്ലാസ്സിലും ആ ക്യാമ്പസിലും ജീവിക്കാനുള്ള ഒരു യോഗം എനിക്കുണ്ടായി. MLA സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കരിക്കുലത്തിന് വെളിയിൽ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന ഒരു വസ്തുത വിദ്യാർത്ഥി ജീവിതകാലത്ത് സാറിൻ്റെ പെരുമാറ്റത്തിലൂടെയും സാറിൻ്റെ വാക്കുകളിലൂടെയും സാറിൻ്റെ ശിക്ഷണത്തിലൂടെയും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. പഠനകാലത്ത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയൊക്കെ അറിവ് പകർന്നു കൊടുക്കാം, MLA പറഞ്ഞ തിരിച്ചറിവുകൾ എങ്ങനെ പകർന്നു കൊടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാലേന്ദ്രൻ സാർ. അതിനുശേഷം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാർത്ഥം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എളിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഈ വേളയെല്ലാം സാറ് നമുക്ക് പകർന്നു തന്ന ആ അറിവുകളും തിരിച്ചറിവുകളാണ് ഇന്നും പല കാര്യങ്ങളിലും പലതും ചെയ്യാനായിട്ട് പ്രചോദനമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. തൻ്റെ ജീവിതം അവസാനിക്കുന്ന വേളയിലും അത് ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് അതുകൊണ്ട് നേട്ടമുണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ മരണസമയത്ത് ആ മരണവും അദ്ദേഹം തുടർന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്ന് അറിവുകൾ ഉണ്ടാകണം, ആ അറിവുകൾ നേടിയെടുക്കുവാൻ വേണ്ടി അതിനൊരു കാരണമായിട്ട് തന്നെ ബാലേന്ദ്രൻ സാർ മാറി എന്ന് പറയുന്നത് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരാശയമാണ്. ആ ആശയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്ന് വരുന്ന സമൂഹങ്ങളും വിദ്യാർത്ഥികളും എല്ലാവരും ഇത്തരം ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതായിരിക്കും ബാലേന്ദ്രൻ സാറിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആ ഒരു നന്ദിയുടെ അല്ലെങ്കിൽ ഒരു കടപ്പാടിന്റെ ആയതെന്ന് പറയുന്നത്. നമുക്ക് ഈ ചിന്താഗതി, സാറിന്റെ ചിന്താഗതി എന്തായിരുന്നു, ആ വേറിട്ട ചിന്താഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ചിന്താഗതിയോടൊപ്പം പോകുവാനുള്ള ഒരു കരുത്ത് വരുന്ന തലമുറയ്ക്ക് ഉണ്ടാകട്ടെ
എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ബാലേന്ദ്രൻ സാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നേരത്തെ വരാതെ രണ്ട് കുട്ടികൾ എത്തിച്ചെന്നുണ്ട്. അവർക്കുള്ള അവാർഡ് നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എം.എൽ.എ ക്ഷണിക്കുന്നു. ബാലേന്ദ്രൻ സാറ് കാർത്തിക രാകേഷ്, ദക്ഷ PS, ബ്രദർ മൈറ്റി കോമേഴ്സിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശങ്കർ, ബാലേന്ദ്രൻ സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻ്റാണ് ശങ്കർ. എൻ്റെ വാക്ക് അദ്ദേഹത്തോട് നേരത്തെ രാജു പറഞ്ഞ പോലെ രാജു ഫ്രാൻസിസ് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സാണ്. ബാലേന്ദ്രൻ സാറിൻ്റെ ബസ്സിലെ സ്റ്റുഡൻസ് ആയിരുന്നു ജോലി. പല കുട്ടികളും MBA പഠിക്കാനായിട്ട് ക്രൈസ്റ്റ് കോളേജിലും IIM-ലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലൊക്കെ ഞങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിന് പകർന്നാവുന്നത് ബാലേന്ദ്രൻ സാറാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ക്യാമ്പ് ഫയർ പോലെ സാധനം ആദ്യമായിട്ട് ലൈഫിൽ കേൾക്കുന്നത് ബാലേന്ദ്രൻ സാർ പറഞ്ഞപ്പോഴാണ്. ഞങ്ങളെ ട്രിപ്പിന് കൊണ്ടുപോയി ബാലേന്ദ്രൻ സാർ ബാംഗ്ലൂർ മൈസൂർ. ബാംഗ്ലൂരിനും മൈസൂരിനും ഇടയിൽ ഒരു സ്ഥലത്ത് രാത്രി വർക്ക് ചെയ്തു. നമ്മൾ എടുത്ത റൂമൊന്നും എടുത്തില്ല. ഞങ്ങളിപ്പോൾ ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് ബാലേന്ദ്രൻ സാർ കൊണ്ട് നിർത്തുന്ന ഇവിടെ ക്യാമ്പ് ഫയർ ആണ്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ക്യാമ്പ് ഫയർ എന്താണെന്ന് ഞാൻ കേൾക്കുന്നത്. ഇപ്പോൾ കുറച്ച് വിറകെല്ലാം പൊട്ടി ഞങ്ങൾ സ്റ്റുഡൻസിനെ കൂടെ എല്ലാം കത്തിച്ച് പാട്ടൊക്കെ പാടി. അതായത് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥി റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പുതിയ ഡെഫിനേഷനായിരുന്നു ബാലേന്ദ്രൻ സാർ. ബാലേന്ദ്രൻ സാറിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാൻ പറ്റും. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. എനിക്ക് എന്നും ഒരു ലാസ്റ്റ് 40 years കൂടുതലായിട്ട് ബാലേന്ദ്രൻ സാറിന് എനിക്ക് പേഴ്സണലായിട്ടൊരു അടുപ്പമുണ്ട്, ഒരു ഇൻറ്റിമസി ഉണ്ട്. എന്തും ചോദിക്കാനും എന്ത് അഡ്വൈസ് ചോദിച്ചു മേടിക്കാനും ഉള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് പിന്നെ പറഞ്ഞാൽ തീരുന്ന തരം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ തന്നെ പറഞ്ഞു എന്ത് കാര്യത്തിനും സാറിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മളത് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് അത് ഞാൻ പറയാൻ മെയിനൊരു കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസൊക്കെ ബാലേന്ദ്രൻ സാറിനെ പോലൊരു സാറിൻ്റെ കൂടെ പഠിക്കണമായിരുന്നു. വെച്ചാൽ ബാലേന്ദ്രൻ സാർ നമുക്ക് തന്ന അഡ്വൈസ് അതൊക്കെ നമ്മൾ വളരെ വലിയ രീതിയിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് കോൺഫിഡൻസ് എടുക്കുന്നുണ്ട്. ബാലേന്ദ്രൻ സാറിൻ്റെ ഒരുപാട് നമസ്കാരം. എനിക്കിവിടെ വന്നിട്ട് വാക്ക് പറയണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നത്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ബാലേന്ദ്രൻ സാറിൻ്റെ സഹപാഠിയാണ് രാജ്യത്ത്, അയൽവക്കക്കാരനാണ്. ഞങ്ങളുടെ മൈറ്റി കൊമേഴ്സിൻ്റെ ദീർഘകാലം ഞങ്ങളുടെ നേതാവായിരുന്നു പ്രിയപ്പെട്ട രാജ്യത്തെ
പ്രോഗ്രാം 15 വയസ്സിൽ തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം പാർലമെന്റ് മെമ്പർ വിട്ടുപിരിയുന്നതുവരെ ഞങ്ങൾ ശക്തമായി ഇത് നമ്മളൊപ്പം ചന്ദ്രനില്ല എന്നുള്ളത് എത്രമാത്രം വേദനിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കാൻ പോലും സാധിക്കില്ല. നിങ്ങളുടെ ദീർഘകാലത്തെ സൗഹൃദം പലകാലം ദുഃഖമുണ്ടായിരുന്ന കഴിച്ചുകൂട്ടിയ ജനരാത്രികളുടെ ഓർമ്മകൾ അവയ്ക്ക് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. എക്കാലവും ആ ഓർമ്മകൾ ഞങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ചന്ദ്രൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ കൈവയ്ക്കാത്ത മേഖലകളില്ല. ഏത് പരിപാലനം കയറി പിടിക്കുന്ന ഒരു സ്വഭാവം ചന്ദ്രനുണ്ടാണ്. ഞങ്ങൾ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. ഏത് പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അത് പഠിക്കാനും അതിലേക്ക് കടത്തിയില്ലാനുള്ള ആലയത്തിൻ്റെ ഒരു വൈഭവം നമ്മൾ അനുഭവത്തിനോട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് സ്വന്തം കർമ്മ മേഖലയിൽ ആ മേഖല ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് ഞങ്ങൾ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഡെഡിക്കേഷൻ, ആ ഡെഡിക്കേഷൻ മൂലം അത് അതിൻ്റെ മുൻഗാമികളിലേക്ക് പ്രവർത്തിക്കുകയും അതിനുശേഷം ആ മേഖല വീട്ടിൽ അടുത്ത മേഖലകളിൽ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകമായ സ്വഭാവം. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മീറ്റിംഗിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അധ്യാപകന് പറയുന്നു വളരെ അത്ഭുതത്തോടുകൂടി പരാമർശിക്കുന്നത് ഈ ബാലയത്തിൽ നിന്ന് യോഗ്യനൊരു മനുഷ്യനാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ തൻ്റെ മേഖലയിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത് എന്നുള്ളതല്ല, തൻ്റെ വ്യക്തിത്വം അതിനകത്ത് വളർത്തിയിട്ട് അവിടെ നിന്ന് മറ്റു മേഖലയിൽ കടന്നുപോകുക എന്നുള്ളത് എക്കാലവും നല്ല സൗഹൃദമാണ് ഉണ്ടായിരിക്കും. ഏത് വിഷയത്തിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യോജിക്കുന്ന ഒരു സൗഹൃദം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പാലയത്തിൻ്റെ ജീവിതത്തിലുള്ള പ്രയാസമില്ല. ഓർമ്മയിൽ ഓർമ്മയിൽ ഇതിൻ്റെ ദുഃഖമായിട്ടുള്ള നമ്മുടെ ഈ ഗാനാർച്ചന ആരംഭിക്കുന്ന സന്ദർഭത്തിൽ Hello. 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 Hello.
ഹലോ പരിപാടി അവതരിപ്പിക്കുന്നവർക്ക് അവരുടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവരുടെ കാണികളാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നിട്ടുള്ള മിക്കവാറും എല്ലാവരും മുൻവശത്തെ കസേരകളൊക്കെ ഒഴിച്ചിട്ട് ഏറ്റവും പുറകിലേക്ക് പോയി ഇടം പിടിക്കാൻ ശ്രദ്ധ കാട്ടുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ദയവ് ചെയ്ത് ആ വന്നിട്ടുള്ളവരെല്ലാം മുൻവശത്തെ കസേരകളിലേക്ക് വന്നിരിക്കണം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ വീൽ ചെയർകാർ വണ്ടിയിൽ വന്നവർ ഫ്രണ്ടിലേക്ക് ഈ സൈഡിലേക്ക് വാഹനങ്ങൾ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി നന്നാവും. എന്നുകൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ മുൻവശത്ത് നിങ്ങൾക്കായിട്ടുള്ള സ്പേസ് ഒഴിച്ചിട്ടുണ്ട്, അവിടേക്ക് വന്നാൽ നന്നായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം കഴിയുന്നത്രയും മുൻവശത്തെ കസേരകളിലേക്ക് വന്നിരിക്കണമെന്ന് വിനയപ്പെടുത്തുന്നു. ഹലോ 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 ഹലോ
ഇന്നലെ
ശ്രീമതി മോളി ജേക്കബ് വേദിയിലേക്ക് കടന്നു വരുന്നത്. വലിയ ഏരിയോടുകൂടി പ്രിയപ്പെട്ട ചെയർപേഴ്സണെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ മോളിച്ചേച്ചി രണ്ടുവന്ന് സംസാരിക്കും. ഞാനിവിടെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനകീയാസൂത്രണ പ്രസ്ഥാനം പച്ചപിടിച്ചു നടന്ന കാലത്ത് അതിൻ്റെ കോർഡിനേറ്ററായിരുന്ന മാനേന്ദ്ര സാറുമായിട്ട് ആ കാലത്തോട്ടുള്ള ബന്ധം മോളിച്ചേച്ചിയിലുണ്ട്. ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ നിന്നപ്പോൾ ചുമ്മാ ബോർഡ് ശിലാസ്ഥാപന അതിൻ്റെ ബോർഡ് നോക്കിയപ്പോൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ അതിൽ 2008 ടൈം മിഷൻ പോലെ അതിൽ 2008 നഗരസഭാ അധ്യക്ഷയുടെ പേര് മോളി ജേക്കബ് ഒന്ന് കുത്തിവെച്ചിട്ടുണ്ട്. 2026 വീണ്ടും അതേ നഗരസഭാ അധ്യക്ഷയുടെ പദവിയിലേക്ക് പ്രിയപ്പെട്ട മോളി ചേച്ചി എത്തുമ്പോൾ മാനേന്ദ്ര സാറ് ജനകീയാസൂത്രണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ദീർഘകാലത്തെ പ്രവർത്തനത്തിൻ്റെ ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. 2 മിനിറ്റ് ചേച്ചി സംസാരിക്കും. അത് കഴിഞ്ഞപ്പോൾ സംഗീത പരിപാടി തുടരും. ഒരു പ്രത്യേക അറിയിപ്പിലാണ് വന്നത്. വളരെ അത്യാവശ്യമുള്ള മരുന്ന് കഴിക്കണം എന്നൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കഴിച്ചു തുടങ്ങാം. അല്ലാത്തവർക്ക് സമയം പോലെ കഴിക്കാം. ഏറ്റവും അത്യാവശ്യമുള്ളവർക്ക് കഴിച്ചു തുടങ്ങാമെന്ന് അറിയിക്കണം. കുട്ടികൾ മരുന്ന് കഴിക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക്. പ്രിയപ്പെട്ട മോളി ചേച്ചി 2 വാക്ക് മാനേന്ദ്ര സാറിനെ ഓർത്തെടുക്കുന്നതിന് വേണ്ടി വിജയഘോഷിക്കുന്നു. മലപ്പുറം താമസിച്ചല്ല ഈ പരിപാടി ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇവിടുന്ന് പരിപാടി ക്ഷണിക്കാൻ അവിടെ വന്നപ്പോൾ ഞാനില്ല, ഞാനന്നത്തെ സ്ത്രീകൾ വരും ഇവിടെ കാർഡ് കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ പരിപാടിയുടെ ചാർട്ടിൽ അത് എഴുതിയിരുന്നില്ല. ഞാനിന്ന് യാദൃശ്യമായിട്ട് സാധാരണ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അടുത്തുള്ള പള്ളിയിലാണ് പോകാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ കൈതോരപ്പള്ളിയിൽ എൻ്റെ ഇടവകയായ കൈതോരപ്പള്ളിയിൽ വന്നു. അവിടെ കുർബാനയ്ക്ക് പങ്കെടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് മനോജിൻ്റെ കോള് കണ്ടു. ഞാൻ പെട്ടെന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്ന പോലെ പരിപാടി ഉണ്ട്. അപ്പോൾ പരിപാടിയുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞ് ചേച്ചി എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടി വരണം. കാരണം ബാലേന്ദ്ര സാറിനെ കുറിച്ച് പറയുമ്പോൾ 1995 കാലഘട്ടത്തിൽ 1995-2000 കാലഘട്ടത്തിൽ ഏഷ്പൂറാണ് ചെയർമാൻ. ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരു കൗൺസിലറാണ്. അതെന്നെ വാടകയ്ക്കുള്ള പ്രതിനിധിയാണ്. അപ്പോൾ ഈ ജനകീയാസൂത്രണം ആരംഭിച്ച ആ ടൈമാണ്. അപ്പം അതിൻ്റെ ഒരു മുഖ്യ സംഘാടകനായിരുന്നു ബാലേന്ദ്ര സാർ. അപ്പം നമുക്ക് ഒരിക്കലും, അതായത് ജനകീയാസൂത്രണത്തിൻ്റെ ആ ആരംഭ കാലഘട്ടത്തിൽ അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു അനുസ്മരണം നടക്കുമ്പോൾ അതിനകത്ത് പങ്കെടുക്കാതിരുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഇത്രയും തിരക്കിട്ടാണ് പരിപാടിയിൽ എത്തിച്ചേർന്നത്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ പൊഴി മുറിക്കുന്നത്. അപ്പം നമ്മൾ ആൾക്കാർ വെച്ച് 2-3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രയത്നത്തിനൊടുവിലാണ് നമ്മൾ ഈ പൊഴി മുറിച്ച് അന്ന് വെള്ളം ഈ പ്രദേശങ്ങളിൽ ആലപ്പുഴ പട്ടണത്തിലുള്ള പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ കടലിലേക്ക് ഒഴുക്കി വിടുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് സാറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു പ്രോജക്റ്റാണ് അവിടെ ഇന്ന് നമ്മളെല്ലാവരും വളരെ ഈസിയായിട്ട് ഉപയോഗിക്കുന്ന JCB ആദ്യമായിട്ട് നഗരസഭയിൽ വാങ്ങിക്കുന്ന സാറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു പ്രോജക്റ്റാണ്. അത് വളരെ പ്രയോജനപ്പെട്ട എല്ലാവർക്കും. അതായത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ പട്ടണത്തിലെ വെള്ളം മുഴുവൻ ഒഴുക്കി വിടുന്ന രീതിയിലേക്കുള്ളൂ. അത് ഭയങ്കര ഞങ്ങൾക്ക് ആ സമയത്ത് വളരെ സഹായകമായൊരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് സാറ് വളരെ ഞങ്ങളുടെ 5 വർഷക്കാലം 2000 ഞാൻ 95-2000 2000 അതിൽ 2007
വളരെ സുഖകരമായിരുന്നു. സാറിൻ്റെ വേർപാട് വളരെ പെട്ടെന്നായിരുന്നു, നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വീണ്ടും